നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. PSG UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു. പാരീസിലും അവർ പൊട്ടിയിരിക്കുന്നു. ബൊറൂസിയ ഡോർട്ട്മുണ്ട് സിഗ്നൽ ഇദൂന പാർക്കിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് PSG പരാജയപ്പെടുത്തിയപ്പോൾ ലൂയിസ് എൻട്രിക്കെ അടക്കമുള്ളവർ പറഞ്ഞത് കളി പാരീസിലാണ്, അവിടെ കാര്യങ്ങൾ മാറി മറിയും, ഞങ്ങൾ ഫൈനലിലേക്ക് പോകുമെന്നായിരുന്നെങ്കിൽ പാരീസിലിട്ടും PSG ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. ഹെമ്മൽസ് ആണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ഹെമ്മൽസിന്റെ പ്രകടനം എടുത്തു പറയണം. ആദ്യ പാദത്തിലും രണ്ടാം പാദത്തിലും പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അങ്ങനെ അഗ്രിഗേറ്റ് 2-0 വിജയവുമായിട്ട് ഡോർട്ട്മുണ്ട് ഫൈനൽ കളിക്കാൻ വെംബ്ലിയിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ PSG യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം ഒരിക്കൽ കൂടി പൊലിഞ്ഞുപോയി, നിരാശരായി പുറത്തായിരിക്കുകയാണ്. പാരീസിൽ വെച്ച് നടന്ന മത്സരത്തിൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ, അദ്ദേഹത്തോടൊപ്പം റാമോസ്, ഒസ്മാൻ ഡെംബലെ എന്നിവരൊക്കെ അണിനിരന്നിരുന്നു. മറുഭാഗത്ത് ഫുൾക്രിക്കിനെ മുന്നിൽ നിർത്തി അഡയമി, ബ്രാൻഡ്, സാൻജോ എന്നിവരെ തൊട്ടു പിന്നിൽ അണിനിരത്തിക്കൊണ്ടാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 50-ാമത്തെ മിനിറ്റിലാണ് ഹെമ്മൽസിന്റെ ഗോൾ പിറക്കുന്നത്. ആ ഗോളിന് ഡോർട്ട്മുണ്ട് വിജയിച്ച് കയറുകയും ചെയ്തു. PSG സംബന്ധിച്ചിടത്തോളം വലിയ ആധിപത്യം മത്സരത്തിൽ ഉണ്ടായിരുന്നു. 4 തവണയാണ് അവരുടെ ഷോട്ടുകൾ പോസ്റ്റിലടിച്ചു പോയത്. നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു തവണ പോലും പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഫിനിഷിംഗ് ക്ലിനിക്കലായി പോയില്ല എന്നുള്ളതാണ് അവർക്ക് തിരിച്ചടിയായത്. എന്തായാലും PSG UCL മോഹം ഉപേക്ഷിച്ച് പുറത്തേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.